ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോണത് പാലക്കാടിൽ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടേക്ക് പോകുന്ന റൂട്ടൊക്കെ വളരെ അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലുണ്ടോ, എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാൻ. ഏതാ പാട്ടില്ലേ? അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തി. ഈ സ്ഥലം കണ്ടിട്ട് ഇത് ഏതാ സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും കേട്ടോ. ഇതാ ആ കാണുന്ന പന വരെയാണ് ശരിക്കും വെള്ളം ഉണ്ടാവല്. അപ്പൊ നമ്മൾ ഇവിടെ ഒരാളോട് ചോദിച്ചു, ഇവിടെ ഇപ്പൊ എങ്ങനെ ഇത്ര വെള്ളമായി ചോദിച്ചു. അപ്പൊ ഡാം തുറന്നാന്ന്. അപ്പൊ ശരിക്കും ഡാമിന്റെ മുകളിലാണല്ലോ വെള്ളം ഉള്ളത്. ഇപ്പൊ എങ്ങനെ ഡാം തുറക്കുന്നത്? ഞങ്ങൾ കുറച്ചു നേരം ആലോചിച്ച് ആകെ തല പോയിഞ്ഞു. നമ്മൾ ഈ സ്ഥലത്തേക്ക് ഒന്ന് വണ്ടി ഇറക്കിയൊന്ന് വണ്ടിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ള മൈൻഡിൽ ഇങ്ങോട്ട് വന്നു. അങ്ങനെ അതും മൂഞ്ചിപ്പോയി. ഇവിടെ ധാരാളം ഫാമിലി വരുന്നുണ്ട് കേട്ടോ. കൂടുതൽ TN ആണ്. ഇവിടെ ഞങ്ങളിപ്പോ നോക്കിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു ഊനാലുണ്ട്. 100 ആൾക്കാരുണ്ട്. എന്താ ചെയ്യാ? അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും കിട്ടി ഊനാല്. എന്നാ പിന്നെ ഒരു മണിക്കൂർ ഇന്നതിൽ ആടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും റമീസും മാറി മാറി ആടി. ആടലോടാടൽ അല്ല പിന്നെ നമ്മളോടെ കളി. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആട്ടലും തുള്ളലൊക്കെ കഴിഞ്ഞ് എന്നാ പിന്നെ മലമ്പുഴ ഡാം കൂടി ഒന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു. എന്നാ പിന്നെ ആദ്യം തന്നെ ട്രെയിനിൽ ഒരു റൈഡ് ആയിക്കോട്ടെ വിചാരിച്ചു. ട്രെയിനിൽ കയറിയപ്പോൾ അതിന് ഡ്രൈവർ ഇല്ല. അപ്പോൾ റമീസാണ് കയറിയിരുന്നു. എന്നിട്ട് പോട്ടെ ആയിട്ടെ ആൾക്കാരെ വിളിച്ചെത്തിയിട്ട് അതിനൊരു 500 രൂപ ഫൈൻ കൊടുത്ത് ഞങ്ങളോട് ഇറങ്ങി. റമീസിനാണ് ഈ മഴ പെയ്യുകൊണ്ട് ഡാം പൊട്ടുമെന്നില്ല പേടിയുണ്ട്. മലമ്പുഴ ഡാമക്ക് ഇപ്പം ആരും വരണ്ട. പുലിനെ കണ്ടുക്കണം. പുലി ഓടിക്കോ.